നിങ്ങൾ കണ്ടോണം, കുട്ടനാട്ടിലെ ജനങ്ങൾ, കുട്ടനാട്ടിലെ സാധാരണ കർഷകരും കർഷക തൊഴിലാളി അടക്കമുള്ള പാവപ്പെട്ട ജനങ്ങൾ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കുട്ടനാട്ടുകാരനായിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ അത് അവരെ ജയിപ്പിക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത്. മനസ്സിലായി? കുട്ടനാട്ടിലെ CPM-ന്റെ പ്രവർത്തകർ അവർക്ക് അസ്വസ്ഥതയുണ്ട്. കാരണം നമുക്കറിയാം MLA കുറിച്ച് യാതൊരു അഭിപ്രായവുമില്ല. നിങ്ങളുടെയൊക്കെ സർവേയിൽ തന്നെ 140ാമത്തെ റാങ്കിലാണ് അദ്ദേഹം നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാ കണ്ടിട്ടുള്ളതല്ലേ? നിങ്ങളതിന് മാറ്റി പറയരുത്. അത്തരം സർവേകളിൽ നിൽക്കുന്ന ആൾ പുള്ളി അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് അദ്ദേഹം ആയെന്ന് എല്ലാം അറിയാം. അതുപോലെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതിനെക്കുറിച്ച് അറിയാമല്ലോ കൃത്യമായിട്ട്. അപ്പോൾ കുട്ടനാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റ് തിരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോട് തന്നെ എന്നെ വിജയിപ്പിക്കും. കാരണം ഞാൻ അവരുടെ ഒരു പ്രതിനിധിയാണ്, കുട്ടനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധിയാണ്. കാരണം ഞങ്ങളിപ്പോൾ തന്നെ രാജിക്കത്ത് കൊടുക്കും. കാരണം നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ജനിച്ച അന്ന് മുതൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഇന്ന് തന്നെ രാജിക്കത്ത് കൊടുക്കും. സ്വാഭാവികമായിട്ടും പുറത്താക്കുമല്ലോ. നിരവധി ആളുകളുണ്ടാവും. ഇപ്പോൾ വേദിയിൽ തന്നെ ഉണ്ടല്ലോ, ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവും. ചില ആളുകൾക്ക് പറയുന്ന ജനപ്രതിനിധി പല പരിമിതികൾ കാണും. പക്ഷെ അവരെല്ലാവരും ഉണ്ടാവും. കുട്ടനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം എന്നോടൊപ്പം ഉണ്ടാവും.